സോ ഗൈസ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ചെന്നൈയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള വിയർ മാളിൽ പോകണയാണ്. ചെന്നൈയിൽ വന്നതിന് ശേഷം അധികം എവിടെയും പോയിട്ടില്ല. അങ്ങനെ പോകണമെങ്കിൽ തന്നെ ഞങ്ങൾ ട്രെയിനിലാണ് പോകണം. ഇന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ച് ബസ് ആക്കിയിട്ടുണ്ട്. ഈ ബസ്സിൽ പോകാനുള്ള കാരണം എപ്പോഴും ട്രെയിനിൽ പോയി കുറെ കണ്ട സ്ഥലം തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇന്ന് ബസ്സിൽ പോയി കുറച്ച് വേറെ സ്ഥലവും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ബസ്സിൽ കയറിയത്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, ബസ്സിനൊക്കെ നല്ല പൈസ കുറവാണ്. ബസ്സിലായതുകൊണ്ട് തന്നെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ വന്ന ഉടനെ പിന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാളിൽ ചെന്ന ഉടനെ ഫസ്റ്റ് കണ്ടത് ടോയ്ലറ്റ് ആണ്. ആ ടോയ്ലറ്റിന്റെ അകത്ത് കയറിയിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. കാരണം അവിടെ ചെന്ന ഉടനെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മിറർ ഉണ്ട്. പിന്നെ അതിന്റെ മുമ്പ് ഇരുന്ന് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു നിന്ന് സമയം പോയത് ഒരു അറിഞ്ഞിട്ടില്ല. പിന്നെ ഇതിന്റെ അകത്ത് നിന്ന് ഇറങ്ങിയതിന്റെ ശേഷമാണ് മനസ്സിലായ വന്നതിൽ പലരും പല വഴി കൂടെ പോയിട്ടാണ് മാള് ഫുള്ള് ഇരുന്ന് കാണുന്നതെന്ന്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുള്ള് ഇരുന്ന് ചുറ്റി കാണാൻ തുടങ്ങി. പോയിട്ട് കണ്ണെടുക്കാൻ പറ്റാതെ നിന്ന ഒരേ ഒരു സ്ഥലം ഇവിടെയാണ് ആനിമേറ്റഡ് ടോയ്സും കാറും വെച്ചേക്കണത്. ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴാണ് എല്ലാവരും കൂടെ മാക്സിലോട്ട് കയറി പോണ കാര്യം കണ്ടത്. പിന്നെ ഞങ്ങളും കൂടെ പോയി കുറച്ച് നേരം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങി. പിന്നൊന്നും നോക്കില്ല, മന്തി അടിക്കാന്നുള്ള പ്ലാനായി. പിന്നെ മാളിൽ നിന്ന് ഇറങ്ങി നേരെ മന്തിക്കടയിൽ എത്തിയപ്പോഴാണ് അവിടെ ഒരു കല്യാണത്തിനുള്ള ആളുണ്ടെന്ന് മനസ്സിലായത്. ആദ്യമായിട്ടാണ് ഒരു മന്തിക്കടയിൽ ഇത്രയും ആളിനെ കാണുന്നത്. അവിടെ തന്നെ ഇത്രയും ആള് വരുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് അവർ പുറത്ത് തന്നെ ചെയർ ഇട്ടിരുന്നു. ആ ചെയർ ഒരു തികയാതെ ആൾക്കാർ നിൽക്കണം, താഴെ ഇരിക്കണേ ഉണ്ട്. ഇത്രയും ആൾക്കൂട്ടം കണ്ടിട്ട് ഇനി എപ്പം മന്തി അടിക്കാൻ പറ്റുമെന്നുള്ള ആലോചനയിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങളെ പേരും കൊടുത്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം പുറത്തിരുന്നിട്ടാണ് അവരകത്തോട്ട് വിളിക്കണത് തന്നെ. അത്രയ്ക്ക് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ അകത്ത് കയറിയിട്ടും പുറത്തിരിക്കുന്ന ആളിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മന്തിയൊക്കെ കഴിച്ചിറങ്ങിയപ്പം ഏകദേശം 9:30-10 മണിയോളം ആയായിരുന്നു. ഇവിടെയുള്ള ലോക്കൽ ട്രെയിൻ ആയാലും മെട്രോ ആയാലും ഏകദേശം 10-11 മണി വരെ കാണുള്ളൂ, ഇൻക്ലൂഡിങ് ബസ് പോലും. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ക്വാർട്ടേഴ്സിലോട്ടാണ്. എത്തിയപ്പോൾ ഒരു 12 മണി കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഗേറ്റും പൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇനി വന്ന് തുറക്കണമെങ്കിൽ സെക്യൂരിറ്റിനെ കാണണം. ഇനി അഥവാ കണ്ടാൽ തന്നെ എവിടെ പോയി എന്തിനു പോയി എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല തുറന്നു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിൽക്കാതെ എങ്ങനെങ്കിലും ഒരു അടുത്തൊരു വഴി കണ്ടുപിടിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഒരു ഓടയുടെ താഴെ ഒരാൾക്ക് മാത്രം കയറി പോകാന്നുള്ള ഗ്യാപ്പിൽ ഒരു സ്ഥലം കണ്ട്. പിന്നൊന്നും നോക്കില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ അകത്തോട്ട് കയറാൻ തുടങ്ങി. ഈ വഴി കൂടെ കയറിയപ്പോൾ ശ്രദ്ധിക്കാതെ വിട്ട ഒരേ ഒരു കാര്യം ടൈമിംഗ് ആയിരുന്നു. അതിന്റെ കാരണം ഇതിൽ കൂടെ കയറി പുറത്തിറങ്ങുന്നതിന് മുന്നേ മുതുപൊക്കി നൂന്ന നേരെ ഈ കമ്പിയിൽ തന്നെ ഇടിക്കും. എനിക്കൊരു ഇടി കിട്ടിയായിരുന്നു. ലാസ്റ്റ് വന്ന് ഇവൻ ഇട്ട് ഒരെണ്ണം കിട്ടിയതൊന്നും കളയാതെ ഞങ്ങൾ റൂം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഫോളോ ചെയ്ത് വെച്ചാൽ ബാക്കി പിന്നെ